ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിത് ഓസ്ട്രിയ എത്തി ഒന്ന് സെറ്റിലൊക്കെ ആയി. ഇവിടെ നല്ല അടിപൊളി സമ്മറാണ്. അതുകൊണ്ട് എവിടെ നോക്കിയാലും പൂക്കളും കായ്ക്കളും ഒക്കെ തന്നെ. ഇഷ്ടം പോലെ ബെറീസും ചെറിയും ഒക്കെ കിട്ടുന്ന സമയമാണ് ഇത്. ഈ പൂ കണ്ടോ? നല്ല ഭംഗിയില്ലേ? ഒറ്റ ചെടിയിൽ 2 കളറാണ്. എന്താല്ലേ? പിന്നെ ചുറ്റിനും ഇവിടെയുള്ള മിക്ക വീടിൻ്റെ ഫ്രണ്ടിൽ റോസ് ഉണ്ടാവും. നല്ല മുട്ടൻ റോസ് മുതൽ പീക്കിരി റോസ് വരെ ഉണ്ടാവും പല കളറിൽ. പക്ഷെ ഒരു കാര്യമില്ല, മണമേ ഇല്ല. നമ്മുടെ നാട്ടിലേക്ക് റോസിന് എന്തൊരു മണമാണ്. ഇവിടെ ഈ ലുക്ക് മാത്രമേ ഉള്ളൂ. വലിയ ഫെൻസ് ഒന്നും ഇല്ലാത്ത റോഡ് സൈഡിലെ ചില ഗാർഡൻസിൽ ഇതാ ഇതുപോലെ ബോർഡ് വെച്ചിട്ടുണ്ടാവും, പട്ടികൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. അപ്പോൾ പട്ടികളെയും കൊണ്ട് നടക്കാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ബോർഡ്. അങ്ങനെ നടന്ന് ഞങ്ങളിതാ മെയിൻ സ്റ്റേഷനെത്തി. ഇവിടുന്ന് ബസ് കയറി നമ്മളിന്ന് ബ്ലൂബെറി പിക്കിങ്ങിനായിട്ട് പോവുകയാണ്. സമ്മർ ആയാൽ ഇവിടെയുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഒന്നെങ്കിൽ സ്ട്രോബെറി പിക്കിംഗ് അല്ലെങ്കിൽ ബ്ലൂബെറി പിക്കിംഗ്. കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി ദ ബ്ലൂബെറി ഫാമിൻ്റെ അടുത്തെത്തി. സ്ട്രോബെറി പിക്കിങ്ങിനെക്കാട്ടിലും എനിക്കെന്തോ ബ്ലൂബെറി പിക്കിങ്ങിനോടാണ് കൂടുതൽ താല്പര്യം. കാരണം ഗ്രൗണ്ട് ലെവലിൽ കിടക്കുന്ന സ്ട്രോബെറി പറിക്കുന്ന പോലെ അത്ര കമന്ന് ഇത് കിടക്കണ്ട, പിന്നെ കൂടുതലുണ്ട് താനും. ഇപ്പോൾ ബ്ലൂബെറി ഫാമിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹൈവേയുടെ സൈഡിലുള്ള ഫുട്പാത്തിൽ കൂടെ ഇങ്ങനെ നടക്കുക. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഉണ്ട് കേട്ടോ, ശില്പയും ഉണ്ണിയും. അവർക്കിത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്, ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും അദ്വയ്ക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു ആക്ടിവിറ്റിയാണിത്. ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, നല്ല നട്ടപ്പുറ വെയിലായിരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങളിതാ ബ്ലൂബെറി ഫാമിലെത്തി. അപ്പോൾ നല്ല വെയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ലതുപോലെ പഴുത്തിട്ടുണ്ടായിരുന്നു ബ്ലൂബെറീസൊക്കെ. നല്ല ടേസ്റ്റും മധുരവും. അത് മാത്രമല്ല, നമ്മൾ ഈ ഡയറക്റ്റ് ചെടിയിൽ നിന്ന് പറിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫ്രഷ് ഫീൽ ഉണ്ടല്ലോ, അതൊരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. നാട്ടിൽ നിന്ന് ഈ പേരയ്ക്കയും ചാമ്പയ്ക്കയും ഒക്കെ കഴിക്കുമ്പോഴുള്ള ആ ഒരു സുഖം. പിന്നെ ഇവിടെ ഇതുപോലെ ഫാമിൽ വന്ന് ബ്ലൂബെറി പറിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നതിനെക്കാട്ടിലും ലാഭത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. കാരണം നമ്മളാണല്ലോ പറിക്കുന്നത്. ഫാമിൽ നിന്ന് പറിച്ച് കഴുകി വൃത്തിയാക്കി സൂപ്പർ മാർക്കറ്റിൽ കൊണ്ട് ചെല്ലുന്ന അത്രയും ജോലി നമ്മൾ അവർക്ക് കുറച്ച് കൊടുക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ലാഭത്തിലാണ് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ ബ്ലൂബെറി പറിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ബോക്സും കൊണ്ടാണ് വന്നത്. ഇനിയിപ്പോൾ ബോക്സ് എടുത്തിട്ടില്ലെങ്കിൽ തന്നെ ഇവിടുന്ന് പേപ്പർ കാർട്ടൺസ് പോലുള്ള ബോക്സുകൾ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ അത് കൊണ്ടുവരാനൊക്കെയുള്ള സൗകര്യക്കുറവ് കാരണം നമ്മൾ ബോക്സുകൾ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ബോക്സ് കൊണ്ടുവരുമ്പോൾ ഈ ഫാമിലിക്ക് കയറുന്നതിന് മുന്നേ ഇതിൻ്റെ നോക്കി നടത്തിപ്പുകാരൻ ഇരിപ്പുണ്ട്. അപ്പോൾ പുള്ളി ഇതിൻ്റെ വെയിറ്റ് നോക്കും. അപ്പോൾ നമ്മൾ ബ്ലൂബെറി ഒക്കെ പറിച്ച് കഴിഞ്ഞ് ഈ ബോക്സുമായിട്ട് ആ പുള്ളിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആ ബ്ലൂബെറിയുടെ ആക്ച്വൽ വെയിറ്റിൻ്റെ പൈസ മാത്രം നമ്മൾ കൊടുത്താൽ മതി. പിന്നെ ഈ ബ്ലൂബെറി പറിക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാട്ടോ, അതിന് മധുരമുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ. അപ്പം നമ്മൾ ഈ കഴിക്കുന്നതിന് ആരോടും ചോദിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഇത്ര കഴിച്ചു എന്ന് ആരോടും പറയുകയോ ഒന്നും വേണ്ട. എന്തായാലും നമ്മൾ കഴിക്കും എന്നുള്ളത് അവർക്ക് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാവാം, അറിയില്ല. മാത്രമല്ല, തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ ബ്ലൂബെറിയുടെ വെയിറ്റ് മാത്രമല്ലേ അവർ നോക്കുള്ളൂ, നമ്മുടെ വെയിറ്റ് അവർ നോക്കൂലല്ലോ. എന്തായാലും ഈ ഫാമിലെ ബ്ലൂബെറി നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബ്ലൂബെറി ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ആദ്യമായിട്ട് വന്നതാണെങ്കിലും അവർക്കും നല്ല ഇഷ്ടമായിട്ടോ. പിന്നെ പ്രഹസനത്തിന് കുറേ ഫോട്ടോസും എടുത്തു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് 3 ബോക്സ് കൊണ്ടുപോയിട്ടോ. ഒരാർഭാടത്തിന് കൈയിരിക്കട്ടെ എന്ന് വിചാരിച്ചത്. പക്ഷേ 3 ബോക്സിലും നിറച്ച് ബ്ലൂബെറി പറിക്കാൻ പറ്റി. ബോക്സ് നിറയ്ക്കാൻ ഭയങ്കര ആവേശമായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ റിയലൈസേഷൻ വന്നത്, ഈ ബ്ലൂബെറി എല്ലാം കൂടെ ഞാൻ കൊണ്ടുപോയി എന്ത് ചെയ്യാനാണോ? എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ജാമോ കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അതും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മറ്റൊരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഹുണ്ട് ഷൂളെ, അതായത് ഡോഗ്സിനുള്ള സ്കൂള്, അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സ്കൂളാണ് കേട്ടോ അത്. ചാടാനും ഓടാനും അനുസരണ പഠിപ്പിക്കാനും ഒക്കെയുള്ള ഒരു സ്കൂള്. അങ്ങനെ ഞങ്ങളിത് ആ ബസ് സ്റ്റോപ്പ് എത്തി. അപ്പോൾ ഇവിടുന്ന് ബസ് കയറി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എന്തായാലും അതും മിഴിയൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്തു. തിരിച്ചു വരുന്ന വഴിക്ക് ഇത് കണ്ടോ, എന്തുമാത്രം റോസാപ്പൂക്കളാണ്. ലുക്ക് മാത്രമേ ഉള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. നല്ലൊരു വീക്കെൻഡ് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തതിൻ്റെ സന്തോഷത്തിൽ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങോട്ട് പോയ ശുഷ്കാന്തി ഒന്നും തിരിച്ചു വരുമ്പോൾ ഇല്ല കേട്ടോ, വാടി തളർന്നു പോയി, അപാര വെയിലായിരുന്നു. അപ്പോൾ ഈ ബ്ലൂബെറി കൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് അടുത്ത വീഡിയോ കാണിക്കാം. ബൈ.